ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കുറച്ച് ലോങ് ആയിട്ട് ഒരു യാത്ര പോവാണ്. യാത്ര മീൻസ് യാത്ര എന്നല്ല, കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ പോവാണ്. നമ്മളിന്ന് കോയമ്പത്തൂർ വരെ പോവാണ്. നമ്മളെല്ലാവരും പോകുന്നുണ്ട് കോയമ്പത്തൂർക്ക് എന്തിനാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ കോയമ്പത്തൂർക്ക് വേണ്ടിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ചെക്ക്. ആ ബാഗിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂർക്ക് പോണത് ഞാൻ രണ്ടാമത്തെ വട്ടമാണ്. ആദ്യത്തെ പ്രാവശ്യം പോയത് ഞാൻ വളരെ ചെറുതായപ്പോൾ, എപ്പോഴാണെന്ന് കൂടി എനിക്ക് ഓർമ്മയില്ല, അത്രയും ചെറുതായപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് വിചാരിച്ചിട്ട് പറ്റി ചെറുതാവുമ്പോഴല്ല, കുറച്ചൊക്കെ വലുതാണ്, എന്നാൽ അത്ര ബുദ്ധിയൊന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പോയത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ല ദാഹിച്ചപ്പോൾ നമ്മളവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ട്, അത് കുടിച്ചാണ്. സംഭവം ഇവർ കരിമ്പിൻ്റെ തോലുംപാട് അടിച്ചിട്ടാണ് ജ്യൂസ് അടിക്കണത് തോന്നുന്നു. ഒരു പച്ച കളറായിരുന്നു കരിമ്പ് ജ്യൂസ്. ഇനി അത് ഇവിടുത്തെ മോഡലാണോ എന്ന് അറിയില്ല. പിന്നെ നമ്മളതൊന്നും ചോദിക്കാൻ നിന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി. പിന്നെ നമ്മൾ നേരെ പോയത് ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ ലൈറ്റ്സ് ഷോപ്പിൽ കയറുമ്പോൾ അവിടെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കുന്നത് അലൗഡ് അല്ല. ഓൺലി വീഡിയോ കോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും പുറത്തിങ്ങനെ ചെറിയ ചെറിയ കടകൾ, പല ഓരോ സാധനങ്ങളുടെയും ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലുള്ള ഷോലൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേനും ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ റോഡിൽ കടന്ന് ഞങ്ങൾ കുറച്ച് നേരം തിരിഞ്ഞിരുന്നു. കാരണം ഗൂഗിൾ മാപ്പ് ഒന്ന് ചതിച്ചതാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നല്ല മസാല ദോശ കഴിച്ചു. നല്ല ചൂട് മസാല ദോശ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പോലെയല്ല. അതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് ടേസ്റ്റ് തോന്നിയതാണോ എന്നും അറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരുമ്പോഴാണെങ്കിലോ മുടിഞ്ഞ് ട്രാഫിക്കും, ഒരു സൂചി ഇടാൻ പോലും സ്ഥലമില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ വീട്ടിൽ എത്തുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ കരുതി. ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും അങ്ങനെ എന്തായിരുന്നു. റൈസ് എനിക്ക് ഇഷ്ടമായില്ല, ഡ്രാഗൺ ചിക്കൻ കൊള്ളായിരുന്നു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ബൈ.